കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയൊരു സംവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് കോന്നി മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ. ഒരു സേവന കേന്ദ്രം എന്ന നിലയിൽ നിന്നും ഭരണപരമായ പ്രതിസന്ധികളിലേക്കും വിവാദങ്ങളിലേക്കും ഒരു മെഡിക്കൽ കോളേജ് വലിച്ചടക്കപ്പെടുകയാണ്. അതിന്റെ ആഘാതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ രോഗികളാണ്. കോന്നി മെഡിക്കൽ കോളേജിലെ നിലവിലെ സാഹചര്യങ്ങളെയും ഡോക്ടറുടെ തുറന്നു പറച്ചിലിനെയും കുറിച്ച് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കോന്നി മെഡിക്കൽ കോളേജിന്റെ യഥാർത്ഥ മുഖമാണ് അദ്ദേഹം ആ പോസ്റ്ററിലൂടെ അവിടെ പ്രകടിപ്പിച്ചത്. അവിടെ യാഥാർത്ഥ്യം തന്നെ അദ്ദേഹം പറഞ്ഞത്. അവിടെ ഈ പറഞ്ഞ ഓപ്പറേഷന് വേണ്ടുന്ന ഒരു സാധന സാമഗ്രികൾ അവിടെ ഇല്ല. 2, അവിടെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, സ്റ്റാഫുകളില്ല. അവിടുത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ്. നമ്മൾ ഈ പറയുന്ന മാതിരിയൊന്നുമില്ല. അവിടെ ജൂനിയർ ഡോക്ടർമാരും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുമാണ്, MBBS വിദ്യാർത്ഥികളുമാണ് അവിടെ ചികിത്സ നടത്തുന്നത്. ഒരു അത്യാഹിതത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ 1 മണിക്കൂർ കഴിയും ഒരു ഡോക്ടർ എന്തെങ്കിലും ചെയ്യാൻ. കാര്യം അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല എന്തോ ചെയ്യേണ്ടിയെന്ന്. പിന്നെ സർജറി വിഭാഗത്തിന്റെ HOD കൊടുത്തിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കോന്നി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന വാസ്തവമായ കാര്യം. കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നല്ല, ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖല മൊത്തം നടക്കുന്ന കാര്യം വളരെ സംക്ഷിപ്ത രൂപത്തിൽ അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സുചിതമായ ഒരു സംവിധാനമില്ലാത്ത സ്ഥലമാണ്. അതോടൊപ്പം തന്നെ കാട്ടുമൃഗങ്ങൾ കയറുന്ന സ്ഥലമാണ്. അത് തന്നെയുമല്ല, 5 മണിക്ക് ശേഷം ഫാർമസി ഇല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവന് ഞങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും പറയാനില്ല എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സംവിധാനം ഇന്ന് കേരളത്തിന് അപമാനകരമായ അവസ്ഥയിലേക്കല്ലേ പോകുന്നത്. ഇത് കേരളത്തിലെ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞ് കുത്തിഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടത്. അപ്പോൾ ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകളുടെ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എത്രത്തോളമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ആ നോട്ടീസിൽ പ്രത്യേകമായി പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. പെയിന്റ് ഇളകി വീണ് അണുബാധിത ഉണ്ടായാലും മെഡിക്കൽ കോളേജിന് ഉത്തരവാദിത്വമില്ല എന്നാണ് ആ നോട്ടീസിൽ പറയുന്നത്. അവിടെ ആവശ്യത്തിന് മരുന്നില്ല, ആവശ്യത്തിന് ഉപകരണങ്ങളില്ല എന്നെല്ലാം അതിൽ പറയുന്നുണ്ട്. എത്രത്തോളം ഗതികെട്ട ഒരു അവസ്ഥയാണ് ഉള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ കാട്ടുമൃഗങ്ങൾ കയറുന്നു. ഇതെല്ലാം ജനങ്ങളാണോ, അവിടുത്തെ പാവപ്പെട്ട രോഗികളായിട്ടുള്ള ആളുകളാണോ ഇതിനെല്ലാം പരിഹാരം കാണേണ്ടതായിട്ടുള്ളത്? ഇത് തന്നെയാണ് പറഞ്ഞത്. ഓപ്പറേഷന് പോകുന്ന ആളുകൾ പഞ്ഞിയും അതിന് കുത്തി തയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂലും സൂചിയും എല്ലാം വാങ്ങിക്കൊണ്ട് വേണം മെഡിക്കൽ കോളേജുകളിലും ഗവൺമെൻറ് ആശുപത്രിയിലും പോകേണ്ടത് വരുന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കേരളത്തിൻ്റെ ആരോഗ്യരംഗം അത് മോർച്ചറിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.